ഹലോ, എല്ലാവർക്കും കൊച്ചിൻ ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, പച്ചമാങ്ങ രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമാങ്ങ വാങ്ങി വെച്ചു. ഇപ്പോൾ എന്താ ചെയ്യാൻ പോണേ? ഞാനേ ഈ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു രസം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അടിപൊളിയാച്ചു. ഇന്നാണ് ഞാനൊരു രസം ഉണ്ടാക്കി. അതിനായിപ്പോൾ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ആദ്യം ഒന്ന് ചെത്തി റെഡിയാക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ അതെ, നമ്മളെ മാങ്ങ മേടിച്ച് വെച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ അത് ഇത്തിരി ഒന്ന് പഴുത്ത് ചെനച്ചു പോയി എന്ന് പറയില്ലേ, പഴുത്തിട്ടില്ല, ഒരു ഇടഭാഗത്ത്. അത് ഒരു ഇത്തിരി പുളി കുറവുള്ള രസത്തിന് ഒരുപാട് പുളി ഇല്ലാത്ത മാങ്ങ ഏറ്റവും നല്ലത് കേട്ടോ. എന്നും പറഞ്ഞാൽ പഴുത്ത മാങ്ങയല്ല, പച്ചമാങ്ങ തന്നെ പുളി അധികം ഇല്ലാത്ത മാങ്ങ എടുക്കുക ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ചെനച്ച മാങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞിട്ടും ഞാൻ ഇന്നാൾ വെച്ചപ്പം തൊലി കളയാതെ വെച്ചത് കേട്ടോ. തൊലി കളയാതെ അത് അരച്ചെടുത്തു. ഇതിപ്പം നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് എടുക്കണത് കേട്ടോ. തൊലി കളഞ്ഞില്ലെങ്കിലും ടേസ്റ്റാണ്. അന്ന് വെച്ച രസം നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ടേസ്റ്റാണ്, കുഴപ്പമില്ല. തൊലി കളഞ്ഞാലും കുഴപ്പമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടമായിരിക്കും. അത് തൊലി കളഞ്ഞിട്ട് എടുത്താൽ മതി. വിളഞ്ഞ മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് പഴുത്തു പോകും. അയ്യോ, പച്ചക്കറിയുടെ ഒക്കെ വില എന്തായിരുന്നു ഇപ്പം മഴ കാരണം? നമ്മളിന്നലെ നമ്മൾ രാത്രിയിൽ മേടിച്ചോണ്ട് അത് 240 രൂപയുടെ പച്ചക്കറി ഒന്നിനും ഇല്ല. അതുകൊണ്ട് ഇത് അരിയണത് ഇനി അരയ്ക്കണം. അപ്പം അരയ്ക്കാൻ പാകത്തിന് ഇത്തിരി ചെറുതാക്കി, ആ ചെറിയ ബൗളിലിട്ടാണ് അരയ്ക്കണമെങ്കിൽ ചെറുതാക്കി അരയ്ക്കണം. ചെറുതാക്കി അരിയണം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നാക്ക് തെറ്റി പോകാം. മറ്റേ പൊടിക്കണ ബൗളിലാണെങ്കിൽ ഇത്തിരി വലിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, 2 മാങ്ങ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതെ, മാങ്ങയൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ, അത് മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചു, ചെനച്ച മാങ്ങ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. തരിതരിപ്പായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് അരയണതാണ് ടേസ്റ്റ്. ഇത് ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട് മാങ്ങ കേട്ടോ. ഇനി ഒരു 4 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ദേ കടുകിട്ടു, ശ്രദ്ധിച്ചോണം കേട്ടോ. വേണമെങ്കിൽ സിമ്മിലിട്ടോ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ജീരകം ഇട്ടോളൂ. ഇതേ ജീരകം ഇരിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം. ഇനി അതിലേക്ക് നമുക്ക് കടുവറക്കാനുള്ള മുളക് കട്ട് ചെയ്തിടാം. അപ്പോൾ അതെ, മുളക് കട്ട് ചെയ്തിട്ടു. അപ്പോൾ ഇനി അത് അഴറ്റാനുള്ള സാധനങ്ങൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് കാണിക്കും. ദേ, വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യിലെണ്ണ തെറിക്കല്ലേ. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ്. അയ്യോ, അത് സ്ക്രാച്ചസ് വീഴുമല്ലോ. തടിയുടെ തവി എടുക്കണമല്ലോ. ആ തവിയൊന്ന് കാണിക്കും. മറ്റേ തവി മാറ്റിയല്ലോ. ഈ ചിരട്ട തവിക്ക് വലിയൊരു കഥയുണ്ട് കേട്ടോ. ഞങ്ങൾ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇത് നല്ല അടിപൊളി തവി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ തവി. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട്, മറ്റേത് സ്ക്രാച്ചസ് വീഴും സ്റ്റീലിൻ്റെ ആകുമ്പോൾ. കരിവേപ്പില പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് മല്ലിയില ഇരിപ്പല്ലേ, മല്ലിയില ഇടണം. മല്ലിയില ഇടുമ്പോഴാണ് ആ രസത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. എനിക്ക് നേരത്തെ മല്ലിയിലയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്തിനകത്ത് മല്ലിയില ഇട്ടാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കൂടെ ഇടയ്ക്ക് കൊടുക്കുന്നു. ഇനി വേണേൽ കരിവേപ്പിലയൊക്കെ ഇടാം കേട്ടോ. ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. കഴുകിയെടുത്താരണം വെള്ളം തെറിക്കും, സൂക്ഷിച്ച്. കരിവേപ്പിലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെയാണ്. അതും വെളിച്ചെണ്ണയിലൊക്കെ ആകുമ്പോഴേ മതിയായിരിക്കും. ഏതായാലും അതെ, മുഴുവൻ വേണമെന്നില്ല, കുറച്ചെടുത്താലും മതി. എന്നിട്ട് നമുക്ക് ആ അരച്ച മാങ്ങ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കുറച്ച് വയ്ക്കാം. വെച്ച് കഴിയുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നാളെ എടുത്ത് രസം ഉണ്ടാക്കാം കേട്ടോ. മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ഇടാം. ഇതിൽ നമ്മൾ പുളി ചേർക്കണില്ല.
മാങ്ങ ഒരു പുളിയാണ്. ഓ മാങ്ങ തന്നെ പുളിയാണല്ലോ. പിന്നല്ലേ ഒഴിക്കാമല്ലോ. ആ ഒഴിച്ചു ഒഴിച്ചു. ആ എനിക്ക് തോന്നുന്നു ഒഴിക്കാവുന്ന. ആ അതിട്ടോ. കിട്ടും. നല്ല അടിപൊളി കളറേ അല്ലേ? മഞ്ഞളിടാതെ തന്നെ നല്ല കളറ്. ആദ്യം തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടു. വഴറ്റുന്നതിന് മുമ്പേ ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വഴറ്റി. ഇതെനിക്ക് തോന്നുന്നില്ല മാങ്ങയുടെ രസം അങ്ങനെ അത്ര പോപ്പുലർ അല്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു ഒഴിച്ചുകറിയാണേ. ആ കുറച്ച് മതി മഞ്ഞൾപ്പൊടി. ഓക്കെ ഓക്കെ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. ഉച്ചയ്ക്ക് ഒഴിച്ചുകറിയായിട്ടൊരു ദിവസം. വെറൈറ്റി കറികളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു രസമല്ലേ കഴിക്കാൻ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റിയെടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയല്ലേ, കുരുമുളക് പൊടി തീർന്നു, മേടിക്കാറായത്. അപ്പോൾ ദേ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മളൊരു 3 പച്ചമുളക് അരച്ചിട്ടുണ്ട്. 3 കുഞ്ഞു പച്ചമുളക് 4 അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആകുമ്പോൾ വളരെ കറക്റ്റാണ്. ഒരു സിമ്മിലിട്ടോളൂ പ്ലീസ്. എന്നിട്ട് ദേ അതിലേക്ക് നമുക്ക് രസത്തിന് എത്രയും വെള്ളം ഒഴിക്കണോ അത്രയും വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ചും കൂടെ ഒഴിച്ചോളൂ, നന്നായിട്ട് ഒഴിച്ചോളൂ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാമോ? ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ ഉപ്പിടാത്തത്. ഉപ്പിടണം. ഉപ്പ് നമ്മൾ പതുക്കെ എടുത്തു. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞങ്ങൾ ഉപ്പൊക്കെ ഇടുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് മതി. ഉപ്പിടാം. ഉപ്പ് പാത്രത്തിലുണ്ടെന്ന് ഒരുപാട് തിടല്ലേ, കുറച്ച് ഇടാവുള്ളേ. കൈയുടെ ഒരു വശമാണിത്. ഇനി ഒരു സാധനം, മെയിൻ സാധനം ഇട്ടിട്ടില്ല കേട്ടോ. കായം ഇല്ല, കായം ഇട്ടേക്ക്. അതിലൊക്കെ ഒന്ന് പിടിക്കണ്ടേ. മതിയോ? വെള്ളം അത്ര മതിയോ? അപ്പോൾ തിളയ്ക്കണം. കായപ്പൊടി ഇവിടെ ഇരിക്കണത്. ഓ എന്താ വില കായത്തിനും ജീരകത്തിനും. എന്തിനാ ഇപ്പോൾ വില കുറവുണ്ട്? അപ്പോൾ കായം ഇടാം. അപ്പോൾ കായപ്പൊടി ഇട്ടു. കായപ്പൊടിക്കൊന്നും നമുക്ക് കറക്റ്റ് ഒരളവൊന്നുമില്ല കേട്ടോ. പക്ഷെ മസ്റ്റാണ് കായപ്പൊടിയും കുരുമുളക് കുറയുകയും ചെയ്യരുത്. മതിയായിരിക്കും. ആ ഡബ്ബ മുഴുവൻ കുടഞ്ഞിട്ടെന്നാണ് എനിക്ക് തോന്നണേ. മതിയാ. എക്സ്പോർട്ട് അല്ലേ കറി വയ്ക്കാൻ. എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരിയും കൂടെ വെള്ളം ഒഴിക്കണം. ഒരുപാട് കുറുകിപ്പോയ പോലെ ഇരിക്കണേ ജോ. മതിയോ? ഇത്രയും വെള്ളം മതിയോ പോരെ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ. നിങ്ങൾ എത്ര പേര് ഈ മാങ്ങയുടെ രസം ഉണ്ടാക്കിയിട്ടുണ്ട് കമൻറ്റ് ചെയ്യാം. തിളച്ച് വരുന്നുണ്ട്. അയ്യോ അതാണല്ലോ ഏതിനാണെങ്കിലും ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് അടിപൊളിയാവുള്ളൂ. കറക്റ്റാണോ? അപ്പോൾ വെള്ളം എനിക്ക് തോന്നുന്നു കറക്റ്റാണ്. ഒരു 2-3 മിനിറ്റ് തിളക്കട്ടെ ജു. അപ്പോഴേ അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ഇത് ഇറങ്ങുള്ളൂ. അപ്പോൾ അതെ രസം നല്ല അടിപൊളിയായിട്ട് തിളച്ച് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഇപ്പോൾ കിട്ടാനില്ല ജു. ഇന്നലെ അവരുടെ അടുത്ത് കരിവേപ്പിലൊക്കെ പോയപ്പോൾ മല്ലിയില ഇല്ല, മഴയായിട്ട് കിട്ടാനില്ല. മല്ലിയില ഇട്ട് കഴിഞ്ഞല്ലോ, അടിപൊളി. അപ്പം എല്ലാം തിളച്ച് എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചോറിലൊഴിച്ച് കഴിച്ചാൽ മാത്രം മതി.